ഹായ് എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സിഡറി ബുക്കും അതിൻ്റെ അഡ്വാൻറ്റേജസും ആണ്. നമ്മൾ ഓൾറെഡി ജേണൽസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ജേണൽ റൂൾ പ്രകാരമാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ജേണലാക്കി മാറ്റുന്നത്. സോ ഒരു ഓർഗനൈസേഷനകത്ത് ഈ ജേണൽസിൻ്റെ നമ്പർ ഒരുപാട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. സോ ഈ ജോബ് എല്ലാം നമ്മൾ ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ വർക്ക് ഓൺ ടൈമിൽ ഫിനിഷ് ആവില്ല. ആ സമയത്ത് നമ്മൾ ഈ ജേണൽ പ്രിപ്പറേഷൻ, അതായത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പല ആളുകളിലേക്ക് കൊടുക്കും, എളുപ്പത്തിൽ തീരാൻ വേണ്ടിയിട്ട്, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. നമ്മൾ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് ഓരോ ആളുകളും പ്രിപ്പയർ ചെയ്യുന്ന ആ ജേണൽസിനെ നമുക്ക് സ്പെഷ്യൽ ജേണൽസ് എന്നും വിളിക്കാം. സ്പെഷ്യൽ ജേണൽസ്. അപ്പോൾ ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേണൽസ് നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂടെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമുക്ക് ഓരോ സ്പെഷ്യൽ ജേണലായിട്ട് പരിചയപ്പെടാം. ജേണൽ വേഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡിവിഷൻ വരുന്നത് ക്യാഷ് ബുക്ക് ആണ്. സോ ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് ക്യാഷ് റെസീറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ഒരു പീരീഡിനകത്തുള്ള ക്യാഷിൻ്റെ ഇൻഫ്ലോയും നമ്മുടെ കയ്യിലേക്ക് വന്ന ക്യാഷും നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയ ക്യാഷും മാത്രമേ നമ്മൾ ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സ്പെഷ്യൽ ജേണലാണ്. നമ്മൾ പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാഷ് ബുക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക് എന്നിങ്ങനെ മൂന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പർച്ചേസ് ബുക്കാണ് രണ്ടാമത്തെ ആൾ. ദാറ്റ് മീൻസ് ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗൂഡ്സ്. പോയിന്റ് ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ഓഫ് ഗുഡ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന കാര്യങ്ങളാണ് ഗുഡ്സ്. ആ ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്താൽ ദാറ്റ് ഈസ് ഫൈൻഡ് എ പ്ലേസ് ഇൻ പർച്ചേസ് ബുക്ക്. ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങോട്ടേക്കാണ് മാറ്റുക? പർച്ചേസ് ബുക്കിനകത്താണ് എഴുതേണ്ടത്. ഓക്കെ, സിമിലർലി സെയിൽസ് ബുക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്യുന്നു, ആ സെല്ല് ചെയ്യുന്നത് ക്രെഡിറ്റിനാണെങ്കിൽ, ഓൺ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ് ബുക്കിലാണ്, അല്ലെങ്കിൽ സെയിൽസ് ഡേ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗൂഡ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ ഒരു ആസറ്റ് നമ്മൾ ക്രെഡിറ്റ് സെല് ചെയ്താൽ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. പർച്ചേസ് ബുക്കിലും സെയിൽസ് ബുക്കിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ഓഫ് ഗൂഡ്സ്. വാങ്ങിക്കുകയാണെങ്കിൽ അത് പർച്ചേസ് ബുക്കിനകത്ത്, സെല് ചെയ്യുകയാണെങ്കിൽ അത് സെയിൽസ് ബുക്കിനകത്ത്. പർച്ചേസ് റിട്ടേൺ ബുക്ക് നോക്കൂ. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആസ് എ ട്രേഡർ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ആ സാധനങ്ങൾ നമ്മൾ തിരിച്ച് സപ്ലയർക്ക് തന്നെ കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മൾ എക്സസ് ക്വാണ്ടിറ്റി വാങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പം നമ്മൾ ഈ സാധനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യണം. സോ വി റെക്കോർഡ് ദോസ് ഐറ്റംസ് ഇൻ പർച്ചേസ് റിട്ടേൺ ബുക്ക്. സോ പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് ഓർത്ത് വെക്കുക, ഗുഡ്സ് റിട്ടേൺ ബൈ ട്രേഡർ ടു സപ്ലയർ. നമ്മൾ സപ്ലയർക്ക് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. സിമിലർലി നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള, നമ്മൾ വിറ്റ സാധനങ്ങൾ കസ്റ്റമേഴ്സ് തിരിച്ചു തരാറുണ്ട്. ചില സമയത്ത് ക്വാളിറ്റി ഇഷ്യൂ കൊണ്ടായിരിക്കാം, ഡിഫക്റ്റുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ എക്സസ് ക്വാണ്ടിറ്റി വാങ്ങിയത് കൊണ്ടായിരിക്കാം, അദ്ദേഹം നമുക്ക് സാധനങ്ങൾ തിരിച്ചു തരുന്നു. സോ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ് റിട്ടേൺ ബുക്കിനകത്താണ്. സോ വി ഹാവ് ടു റെക്കോർഡ് ദീസ് റിട്ടേൺ ടു സെയിൽസ് റിട്ടേൺ ബുക്ക്. കസ്റ്റമേഴ്സ് തിരിച്ചു തരുന്ന കാര്യങ്ങൾ സെയിൽസ് റിട്ടേൺ ബുക്കിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഫൈനലി ജേണൽ പ്രോപ്പർ. നമുക്കിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ള അടുത്തൊരു സ്പെഷ്യൽ ജേണലാണെന്ത്? ജേണൽ പ്രോപ്പർ. ഇഫ് എ ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ എനി ഓഫ് ദി എബവ് ഡേ ബുക്ക്. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ബുക്കിനകത്തോ പർച്ചേസ് ബുക്കിലോ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേണോ വരാത്ത എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നു, അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഒരു അസറ്റ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നു. നോക്കൂ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അത് പർച്ചേസ് ഡേ ബുക്കിൽ പോകും. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിൽ പോകും. സോ അസറ്റ് നമ്മൾ ക്യാഷിന് വാങ്ങിക്കുകയാണെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ പോകും. ബട്ട് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? നമ്മൾ നമ്മുടെ ജേണൽ പ്രോപ്പറിനകത്ത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് സ്പെഷ്യൽ ജേണൽസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട്, സ്പെഷ്യൽ ജേണൽസ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട്
ഒരു ഫേമിന്, ഒരു ഓർഗനൈസേഷന് എന്ത് അഡ്വാൻറ്റേജസ് ആണുള്ളത് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ ജേർണൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വേണം, എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്പർ 1 ഡിവിഷൻ ഓഫ് വർക്കാണ്. സോ ഒരാൾ ചെയ്യേണ്ട ഈ ജേർണൽ ഹെക്ടിക് ആയിട്ടുള്ള ഈ വർക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നു, പല ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. സോ നമുക്ക് അവിടെ എളുപ്പത്തിൽ പെട്ടെന്ന് ഈ വർക്ക് തീർക്കാൻ വേണ്ടി പറ്റും, ഓൺ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡിവിഷൻ ഓഫ് വർക്ക് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പർച്ചേസ് ബുക്ക് ഒരാളെ ഏൽപ്പിക്കാം, അതേപോലെ സെയിൽസ് ബുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം. പ്രോപ്പറായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സ്പെഷ്യലൈസേഷൻ സാധ്യമാവുന്നു. ഒരാൾ ഒരു ടൈപ്പ് ഓഫ് വർക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ്, അപ്പോൾ അയാൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും, എക്സ്പേർട്ടായിട്ട് മാറും. അത് നമ്മളെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്, ഒരു എംപ്ലോയി ഒരു സ്പെസിഫിക് വർക്കിനകത്ത് സ്പെഷ്യലൈസ് ആവുന്നത്. ഓക്കെ, ദെൻ സേവ് ഇൻ ടൈം. നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം ജേർണൽ നമ്പേഴ്സ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് സബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളിലേക്ക് ജോലി പോകുന്ന സമയത്ത് നമുക്കത് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻസ് നമുക്ക് ഓൺ ടൈമിൽ ലഭിക്കുന്നു. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഡാറ്റ നോക്കാൻ വേണ്ടി നമ്മൾ സെയിൽസ് ബുക്ക് മാത്രം നോക്കിയാൽ മതി. മൊത്തം നമ്മൾ ജേർണൽസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം പോയിട്ട് അനാലിസിസ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടി പറ്റും. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ഡാറ്റ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ക്യാഷ് ബാലൻസ് നോക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ബുക്ക് മാത്രം നോക്കിയാൽ മതി. സോ ഈ ഇൻഫോർമേഷൻസ് എളുപ്പത്തിൽ അവൈലബിൾ ആവും, അത് എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഫെസിലിറ്റി ഓഫ് ചെക്കിങ്. നമുക്ക് ചെക്ക് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് മാറും. എവിടെയാണ് മിസ്റ്റേക്ക് വന്ന് നമുക്ക് കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ കണ്ടുപിടിച്ചാൽ നമ്മൾ അവിടെ മാത്രം ചെക്ക് ചെയ്താൽ മതി. പർച്ചേസിലാണ് നമുക്ക് മിസ്റ്റേക്ക് ഉള്ളതെങ്കിൽ നമ്മളെ പർച്ചേസ് ബുക്ക് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് അഡ്വാൻറ്റേജസ്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേർണൽസ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതേപോലെ അഡ്വാൻറ്റേജസ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള ടോപ്പിക്കിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.